അപ്പം ഞാൻ ഇതൊന്ന് തുറക്കട്ടെ. ഇത് വലിയ ഡബിൾ ഡോറിൻ്റെയാണ്, വലിയ ഫ്രിഡ്ജാണ്. അപ്പം ഞാൻ ഇതിൻ്റെ മണ്ടേ കയറി നിന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഞാനൊരു കസേര ഇട്ടിട്ടുണ്ട്. കസേരയുടെ സഹായത്തോടെ ഞാൻ മുകളിലോട്ട് കയറട്ടെ. അപ്പം നമുക്ക് ഇത് തുറക്കാം. ഇത് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു, കാരണം ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. അതുകൊണ്ട് ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തു. ഇത് ഈ ഒരു സാധനം ഇതെന്തുവാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിഞ്ഞുകൂടാ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ഇല സത്യം പറഞ്ഞ ഇലയൊക്കെ ഉണങ്ങി, ഫ്രിഡ്ജിനകത്ത് തന്നെ ഇരുന്ന് ഉണങ്ങി. എന്തുവാണെന്നൊന്ന് എടുത്ത് നോക്കട്ടെ. താഴെ പോയി. കൂട്ടുകാരെ, ഞാൻ ശർക്കര വെച്ചേക്കുവാണ്. നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കാൻ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ശർക്കര എടുത്തതിൻ്റെ ബാക്കി ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചേക്കുകയാണ്. പിന്നെ അതെ ഈ പാത്രത്തിൽ ഇതെന്തുവാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇത് 2 പാത്രത്തിലുണ്ട് കൂട്ടുകാരെ. ഇത് രണ്ടും എന്തുവാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതേ ഒരു പാത്രം ഇരിക്കുന്നത് കണ്ടോ. ഇതിനകത്തിൽ എന്തുവാണെന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഇതേ അച്ചാർ വെച്ചിരുന്ന അച്ചാറൊക്കെ തീർന്നു. എന്നിട്ടും ഇതല്ല, ഫ്രിഡ്ജിനകത്ത് തന്നെ അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കുക. ഇനി ഇത് കഴുകി വെക്കാവേ. പിന്നെ ദേ ഈ ഒരു കുപ്പിക്കകത്ത് നാരങ്ങയുടെ തോട് ഞാൻ ഇട്ട് വെച്ചാൽ നിലവിളക്കൊക്കെ കഴുകാനായിട്ട്. കണ്ടോ, അത് ഈ പരുവമായി. ഇതുണ്ടോ, ഇത് വല്ലാതായി ഇരിക്കുകയാണ്. എത്ര നാളായെന്നറിയാമോ ഇതങ്ങനെ ഇരിക്കുന്നു. പിന്നെ അതെ ഒരു തേങ്ങയുടെ പടുത്തി കണ്ടോ. ഇപ്പം എൻ്റെ വീട്ടിൽ അങ്ങനെ ഞാൻ തന്നെയൊക്കെ ഉള്ളതുകൊണ്ട് തേങ്ങയൊന്നും ഉപയോഗിക്കാറില്ല. തേങ്ങ കണ്ടോ, തേങ്ങ ഇരിക്കുന്നുണ്ടോ, ഉണങ്ങി വല്ലാതായിട്ട് തേങ്ങ ഇരിക്കുന്നു. പിന്നെ അതെ ഈ ഒരു പാത്രമുണ്ട്. ഈ ഒരു പാത്രത്തിൽ കണ്ടോ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് വെച്ചേക്കാണ്. ഇതെല്ലാം ഉണങ്ങി വല്ലാതായിരിക്കുകയാണ്. കണ്ടോ, വെളുത്തുള്ളി ഇഞ്ചിയുമാണിത്. പിന്നെ അധികം അങ്ങനെ സാധനങ്ങളൊന്നും ഞാൻ ആരും ഇല്ലല്ലോ. പിന്നെ പാലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബണ്ണുണ്ട്, റസ്ക്കുണ്ട്. പിന്നെ അതേ ഇവിടെ അങ്ങോട്ട് മാറി ഏതാണ്ടൊരു സാധനം കിടക്കുന്നത്. എന്തുവാ, ഇങ്ങോട്ട് വാ. പേപ്പർ, കൂട്ടുകാരെ, പേപ്പറാണത് കണ്ടോ. പിന്നെ അതേ ഈ സൈഡിലെ ഇത് ബേക്കിംഗ് സോഡയും അങ്ങനെ ഓരോന്നൊക്കെയാണ്. പിന്നെ കുറേ ക്യൂടെക്സൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെയാണ്. ഇതും അതുപോലൊക്കെ തന്നെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഫ്രിഡ്ജിനകത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്താണ് നോക്കട്ടെ, എനിക്ക് തന്നെ അറിയത്തില്ല. ഇത് കണ്ടോ, ഇതും ശർക്കരയാണ്. ഇത് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കത്തില്ല, അതും ശർക്കരയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ അതെ ഇത് കണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ ഫ്രിഡ്ജിനകത്തുണ്ടോ കൂട്ടുകാരെ? ഒരു നാരങ്ങ ഉണങ്ങി വല്ലാതായിരിക്കുകയാണ് ഈ നാരങ്ങ. കണ്ടോ, ഇത് നിങ്ങളുടെ ഫ്രിഡ്ജിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കിതൊന്നും ഒട്ടുമിക്ക മലയാളീസിൻ്റെ ഫ്രിഡ്ജിലും ഇത് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണങ്ങിയത് കാണും. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ശവസംസ്കാരമായിരിക്കുകയാണ്. ശവസംസ്കാരം ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഇതങ്ങനെ ഇടുകയാണ്. പിന്നെ ഇത് ഞാൻ ഡൽഹി പോയപ്പം കൊണ്ടുവന്ന ചവനപ്രാശമാണ്. എനിക്ക് പണ്ടൊക്കെ തിന്നാൻ ഇഷ്ടമായിരുന്നു, ഇപ്പം വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതന്നെ മാഗി ടൊമാറ്റോ സോസാണ്. അത് കുറേ വർഷങ്ങളായിക്കൊണ്ട് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുക. ടൊമാറ്റോ സോസ് കണ്ടോ, ടൊമാറ്റോ സോസ് ഇരിക്കുന്നു. പിന്നെ അതേ ഒരു കാര്യം കാണിച്ചു തരാം. അതേണ്ട, ഇത് ലഡുവാണ്. ലഡു എപ്പോഴും ആരോ നമുക്ക് കൊണ്ടു തന്ന ലഡുവാണ്. തിന്നിട്ട് ബാക്കി എനിക്ക് അങ്ങനെ ലഡു വലിയ ഇഷ്ടമൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഞാനിത് മറന്നും പോയി. ഇത് ഒരു 3-4 മാസം കൊണ്ട് ഇത് ഫ്രിഡ്ജിനകത്ത് ഞാൻ ഇരിക്കുകയാണ് ഈ ലഡു. പിന്നെ വേണ്ട കൂട്ടുകാരെ, ഇനിയുണ്ട് നാരങ്ങ. കണ്ടോ, നാരങ്ങയുടെ അഭിഷേകമാണ്. ഇത് കണ്ടോ, ഈ നിങ്ങളുടെയൊക്കെ ഫ്രിഡ്ജിൽ ഇങ്ങനത്തെ നാരങ്ങയുണ്ടോ കൂട്ടുകാരെ? ഉണ്ടോ? എത്ര നാളായെന്നറിയാം നാരങ്ങ ഉണങ്ങി വല്ലാതെ ഒരു പരുവമായിരിക്കുകയാണ്. പിന്നെ കണ്ടോ, തേങ്ങയൊക്കെ വെക്കുന്നുണ്ട്. തേങ്ങ ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് തന്നെ ഇരുന്ന് ഉണങ്ങി കൊപ്ര രൂപത്തിലായിരിക്കുകയാണ് തേങ്ങ. പിന്നെ നമുക്ക് അടിയിലെ ഡോറിലോട്ട് വരാം. ഇവിടെ ഞാൻ എന്തൊക്കെയാണ് വെച്ചേക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നാരങ്ങയൊക്കെ ഉണങ്ങി ഇരിക്കുന്നതാണ്. പിന്നെ അതേ കസ്റ്റാർഡ് പൗഡർ, ഞാൻ കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് വാനിലയുടെ മേടിച്ച് വെച്ചതാണ്. പിന്നെ അങ്ങ് മറന്നും പോയി. ഇതെല്ലാം ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, എവിടെ നോക്കിയാലും നാരങ്ങയുടെ ഐറ്റം കാണാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്തിന് ഒന്നും തന്നെ ഇല്ല. ഇത് കണ്ടോ, ഇതിനകത്തിൽ ഇത് നെല്ലിക്കയാണ്. നെല്ലിക്ക എൻ്റെ ഹസ്ബൻഡ് ഡൽഹിയിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ്. ഞാനൊന്ന് തുറന്ന് കാണിക്കുക. ഇത് മധുരമായതുകൊണ്ട് ഞാനങ്ങനെ എടുക്കത്തില്ല, എനിക്കങ്ങനെ വലിയ ഇഷ്ടമല്ല. കണ്ടോ, നെല്ലിക്ക കണ്ടോ, ഒന്ന് വെളിയിലോട്ടൊന്ന് എടുക്കട്ടെ. കണ്ടോ, ഇത് നെല്ലിക്കയാണ്. കണ്ടോ, നെല്ലിക്ക
എൻ്റെ ഹസ്ബൻഡ് ഡൽഹിയിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ്. ഇത് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഇത് ദിവസം ഒരെണ്ണം കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കാതെ ഇതിനകത്ത് അങ്ങനെ വെച്ചേക്കാണ്. കണ്ടോ? അപ്പോൾ ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കട്ടെ. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ കണ്ടോ? വളരെ പരിതാപകരമാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. അതിൻ്റെ ഡോർ ഭാഗത്തിരിക്കുന്നതും എന്തൊക്കെയോ കുത്തിക്കയറ്റി വെച്ചേക്കണം. പിന്നോട്ട് നമ്മളത് ഓർക്കത്തുമില്ലെന്നുള്ളതാണ്. കണ്ടോ? ഇപ്പോൾ നമുക്ക് ഇതങ്ങ് അടയ്ക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ അടിയിലാണ് ഈ ഫ്രിഡ്ജ്, വലിയ ഫ്രിഡ്ജായത് കാരണം ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ ഫ്രീസർ. കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അഥവാ വെള്ളം പോകണേലും അടിയിൽ നിന്ന് താഴോട്ട് പോകല്ല. മറ്റേ മുകളിലാണെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴെ ഇരിക്കുന്ന സാധനത്തിനകത്തോട്ടൊക്കെ വെള്ളം വരത്തില്ലേ. ഇതും വളരെ പരിതാപകരമാണ്. കണ്ടോ? ഇതിനകത്ത് ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല. ഇറച്ചി മീനും ഒന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇറച്ചി മീനും ഒന്നുമില്ല. കണ്ടോ? ഇതാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ കോലമാണ് കൂട്ടുകാരെ ഇത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഫ്രിഡ്ജ് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.